അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം ഗുരുതരമായ ഒരു ആരോപണത്തിന് വാഷിംഗ്ടൺ സാക്ഷ്യം വഹിക്കുകയാണ്. ഇറാൻ മണ്ണിലും കടലിലും നടന്ന പോരാട്ടങ്ങളിൽ എത്ര അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റു? ഈ ചോദ്യങ്ങൾക്ക് പെന്റഗൺ നൽകുന്ന ഉത്തരങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. ട്രംപ് ഭരണകൂടം സൈനികരുടെ ജീവത്യാഗത്തെ രാഷ്ട്രീയ ലാഭത്തിനായി മറച്ചുവെക്കുന്നു എന്ന ആരോപണം കേവലം ഒരു രാഷ്ട്രീയ വിവാദമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ വിവാദത്തിന്റെ കാതൽ പെന്റഗൺ പുറത്തുവിടുന്ന സംഖ്യകളാണ്. കഴിഞ്ഞ മാസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരിക്കേറ്റവരുടെ എണ്ണം 300-ലധികം എന്ന് രേഖപ്പെടുത്തിയെടുത്ത് പുതിയ റിപ്പോർട്ടിൽ അത് 100-ൽ താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. പരിക്കേറ്റവർ അത്ഭുതകരമായി സുഖം പ്രാപിച്ചതാണോ അതോ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടതാണോ? യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയ സൈനികരുടെ മൊഴികളും ഔദ്യോഗിക കണക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. പ്രത്യേകിച്ച് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ബാധിച്ച സൈനികരെ പരിക്കേറ്റവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഭരണകൂടം മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി ഭരണകൂടത്തിന് തോന്നിയിട്ടുണ്ടോ? മറ്റൊന്നിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ നാവിക താവളങ്ങളിലെ അജ്ഞാത സംഭവങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. US നേവിയുടെ 5ാം കപ്പൽപ്പട ഇറാൻ തീരങ്ങളിൽ നേരിട്ട വെല്ലുവിളികൾ അതീവ ഗൗരവമുള്ളതാണ്. പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും നടന്ന ഡ്രോൺ ആക്രമണങ്ങളിലും ചെറിയ ഏറ്റുമുട്ടലുകളിലും നിരവധി കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ കപ്പലുകളിലെ സൈനികരുടെ അവസ്ഥയെക്കുറിച്ച് വൈറ്റ് ഹൗസ് പുലർത്തുന്ന മൗനം ഭയപ്പെടുത്തുന്നതാണ്. നൂറുകണക്കിന് സൈനികർക്ക് പരിക്കേറ്റ യുദ്ധക്കപ്പലുകളിൽ പോലും സാങ്കേതിക തകരാർ എന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുകയാണ്. യുദ്ധമുഖത്തെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കമാൻഡർമാർക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടോ എന്ന സംശയവും ഇവിടെ ബലപ്പെടുകയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങളും സൈനികരുടെ ജീവനും എന്ന വിഷയത്തെപ്പറ്റി പറയുമ്പോൾ എന്തിനാണ് ഈ വിവരങ്ങൾ അവർ മറച്ചുവെക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. രാഷ്ട്രീയ പ്രതിച്ഛായ തന്നെയാണ്. അതും ആരുടെ? നമ്മുടെ ട്രംപിന്റെ. ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന വാർത്ത വരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ നിലപാട് എന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സൈനികരുടെ ജീവത്യാഗത്തെ ഒരു സ്ഥിതി വിവര കണക്ക് മാത്രമായി കാണുന്ന പ്രവണതയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതായത് രാജ്യത്തിനായി പോരാടിയ സൈനികരുടെ ജീവന് യാതൊരു വിലയുമില്ലാതെയായി മാറുന്ന അവസ്ഥ. സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ വ്യാജ വാർത്തകൾ എന്ന് വിളിച്ച് നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നാലാമതൊരു ഭാഗത്തേക്ക് വന്നാൽ ആഗോള പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. അമേരിക്ക പോലുള്ള ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം സൈനികരുടെ വിവരങ്ങൾ സുതാര്യമായി വെളിപ്പെടുത്താതിരിക്കുന്നത് ആഗോളതലത്തിൽ മോശം സന്ദേശം നൽകുന്നതാണ്. എന്തിനായിരിക്കും അമേരിക്ക ഇത് ഒളിച്ചുവെക്കുന്നത്? അതെ, അത് തന്നെ. പുറത്തറിഞ്ഞാൽ വളരെ നാണക്കേടാണ്. അതും ഇറാനോട്. വലിയ ലോകശക്തി എന്ന് പറഞ്ഞു ചെന്നിട്ട് ഇത്രയും വലിയ ആഘാതം അമേരിക്കയ്ക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അമേരിക്ക തല ഉയർത്തി നിൽക്കും? ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസ്യത കുറയാൻ കാരണമാകും. ഇറാന്റെ സൈനിക ശക്തിയെ കുറച്ചു കാണാനുള്ള ശ്രമത്തിനിടയിൽ അമേരിക്കൻ ജനത സ്വന്തം ഭരണകൂടത്തെ തന്നെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥ യുദ്ധം നടക്കുന്നത് പെന്റഗണിലെ ഫയലുകൾക്കുള്ളിലാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ തോക്കുകൾ നിശബ്ദമാകും. പക്ഷേ ആ യുദ്ധം ബാക്കിവെക്കുന്ന മുറിവുകൾ അദൃശ്യമായി തുടരും. ഇറാൻ മണ്ണിൽ ചോര ചിന്തിയ അമേരിക്കൻ സൈനികരുടെ എണ്ണം എത്രയായാലും അതറിയാനുള്ള അവകാശം അവരുടെ കുടുംബാംഗങ്ങൾക്കും ലോകത്തിനുമുണ്ട്. ഭരണകൂടത്തിന്റെ ഈ കാഷ്വാലിറ്റി കവറപ്പ് എത്ര കാലം തുടരാനാകും? സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഓരോ ദിവസവും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്ക് മേലാണ് വിള്ളലേൽക്കുന്നത്. നാം കേൾക്കുന്നതിനേക്കാൾ വലിയതാണ് നാം അറിയാത്ത സത്യങ്ങൾ. അമേരിക്ക തോറ്റുപോയി എന്ന് പറയാതെ പറയുകയാണോ? ഇതിനുമപ്പുറം എന്ത് തെളിവാണ് ഇറാന് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കിയെന്നതിന് വേണ്ടത്? ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ട്രംപ് ഭരണകൂടം ബോധപൂർവ്വം മറച്ചുവെക്കുന്നു എന്ന ഗൗരവമായ ആരോപണം ആഗോളതലത്തിലും വലിയ ചർച്ചയാവുകയാണ്. പെന്റഗൺ പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകളിലെ പൊരുത്തക്കേടുകളും പരിക്കേറ്റ സൈനികരുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടാകുന്ന കുറവുമാണ് ഈ സംശയങ്ങൾക്ക് ആധാരം. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പെന്റഗൺ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ സൈനികരുടെ എണ്ണം സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരിക്കേറ്റവരുടെ എണ്ണം തൊട്ടടുത്ത റിപ്പോർട്ടുകളിൽ നിഗൂഢമായി കുറയുന്നു. ഇത് കേവലം സാങ്കേതിക പിശകല്ല എന്നും മറിച്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം വിവരങ്ങൾ തിരുത്തുന്നതാണ് എന്നും പ്രതിരോധ വിദഗ്ധർ ആരോപിക്കുന്നുണ്ട്. ഈ പൊരുത്തക്കേടുകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
ഇറാനുമായുള്ള നാവിക ഏറ്റുമുട്ടലുകളിൽ നൂറുകണക്കിന് സൈനികർക്ക് പരിക്കേറ്റതായും ചിലർക്ക് ഗുരുതരമായ മസ്തിഷ്ക ആഘാതങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചതായും അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക കണക്കുകളിൽ ഇവയിൽ ഭൂരിഭാഗവും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും നടന്ന നാവിക നീക്കങ്ങൾക്കിടയിൽ ഉണ്ടായ അപകടങ്ങൾ രഹസ്യ വിവരങ്ങൾ എന്ന പേരിൽ മൂടിവെക്കപ്പെടുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ അവ മൂടിവെക്കപ്പെടുന്നത്? ഇറാനുമായി നിലവിൽ വെടിനിർത്തൽ തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതം പുറത്തുവന്നാൽ അത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയമാണ് ഈ ഒളിച്ചുകളിക്ക് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്ന് സകല മനുഷ്യർക്കും അറിയാവുന്ന വസ്തുതയുമാണ്. സൈനികരുടെ ക്ഷേമത്തേക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ ഉയർത്തുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില വിവാദങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളെക്കുറിച്ചുമാണ്. സൈനികരുടെ യഥാർത്ഥ ബലിദാനങ്ങളെയും പരിക്കുകളെയും ഭരണകൂടം എന്തിനു കുറച്ചു കാണുന്നു? പെന്റഗൺ കണക്കുകളിൽ കൃത്രിമം കാണിക്കാൻ വൈറ്റ് ഹൗസിൽ നിന്ന് സമ്മർദ്ദമുണ്ടോ? ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ജനങ്ങൾക്ക് സത്യമറിയാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണോ? ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സൈനിക കുടുംബങ്ങളുടെ സംഘടനകൾ നേരിട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക തോറ്റു തുടങ്ങിയിരിക്കുന്നു. മുട്ടുമടക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലാത്ത വിധം അത്ര കണ്ട് താഴ്ന്നു പോയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു അഹങ്കാരം ഇപ്പോഴും വിട്ടുമാറുന്നില്ല. ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും ആരെയൊക്കെയോ അടിച്ചു താഴ്ത്താനുണ്ട് എന്ന ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ധൈര്യം എത്ര നാൾ കൂടെ ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടതു തന്നെയാണ്. ഇറാനെ പോലെ നട്ടലുള്ള രാജ്യത്തിനു മുന്നിൽ അമേരിക്ക മുട്ടുമടക്കിയെന്ന് പറയാൻ അത്ര കണ്ട് അമേരിക്ക ഭയപ്പെടുന്നു.